രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ രാധയുടെ പ്രണയം 142ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും നാരായണീയം, ചൊവ്വാഴ്ച ദിവസം രാധയുടെ പ്രണയമുണ്ട്, വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് അഷ്ടപതിയാണ്. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട്. പലരും എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് എന്നോട് ചേർന്ന് പഠിക്കാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ടാണെന്നാണ്. പിന്നെ ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും താമസിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്, അപ്പോൾ ദൂരെ നിന്നുള്ളവർക്ക് വരാം. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ജ്യോതിഷപരമായി നിങ്ങളുടെ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ അസ്ട്രോളജി എന്നോ ജ്യോതിഷമോ എന്നും കണ്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അതിനകത്തുണ്ട്. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999. നിങ്ങൾ അതിലേക്ക് എന്നെ വിളിച്ചാൽ മതി, തികച്ചും സൗജന്യമായിരിക്കും. അതേപോലെ തന്നെ പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട് പ്ലേലിസ്റ്റിൽ, അത് നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. ബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥയുണ്ട്, കേൾക്കണം. ടെമ്പിൾസ് എന്ന ഹെഡിങ്ങിൽ ക്ഷേത്രം, നിങ്ങൾ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയിരിക്കണം അത് കൃത്യമായി നിങ്ങൾ കേൾക്കണം. ആ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ സന്ദർശനം നടത്തണം. പിന്നെ ഭക്തമീരയെ കുറിച്ചുണ്ട്. പിന്നെ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും, അതേ കണക്ക് തന്നെ രാധാ കവചം, രാധികാ കവചം 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് 2ഉം നിങ്ങൾ കേൾക്കണം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്.
അപ്പം നമ്മൾ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. നിരവധി പേരാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി അയക്കുന്നത്. പലരും പറഞ്ഞു അവർ കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ കണ്ടത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് കരഞ്ഞുകൊണ്ട് എനിക്ക് അയച്ചു തന്ന താരാ മനോജ്, ആ താരാ മനോജിന്റെ അഭിപ്രായവും കൂടെ നിങ്ങൾ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവര് ദയവ് ചെയ്ത് കാണുക. രാധേ രാധേ സാർ, ഞാനൊരു കാര്യം സാറിനോടായി പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. സാറേ, ഞാൻ ശ്രീകൃഷ്ണനെയാണ്, എന്നിലേക്ക് വന്നു ചേർന്നതാണ് ശ്രീകൃഷ്ണൻ. എനിക്ക് എന്തോന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നിലേക്ക് എനിക്ക് ഓരോരുത്തരും ഭഗവാന്റെ ഓരോ വിഗ്രഹങ്ങളും ഭഗവാന്റെ പടങ്ങളും ഒക്കെ എനിക്ക് പ്രൈസായിട്ട് വാങ്ങിത്തരുമ്പോൾ അത് ഭഗവാൻ എന്നിലേക്ക് വന്നു ചേരുകയാണോ എന്ന് ഞാൻ അതിശയിച്ചിരുന്നു. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ ഭഗവാൻ എൻ്റെ എല്ലാം ആയി മാറി. അങ്ങനെ ഇരിക്കെ സാറിൻ്റെ വീഡിയോകൾ, രാധാറാണിയുടെ വീഡിയോകൾ കാണാൻ തുടങ്ങി, രാധയുടെ പ്രണയം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ രാധയുടെ പ്രണയം കഥ കേട്ട് കേട്ട് രാധാറാണിയും കൃഷ്ണനെയും ഒന്നിച്ച് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ രാധാവ്രതം എടുക്കുകയും രാധാഷ്ടമിയിലെ സാറ് പറയുന്ന പോലെ എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുകയും രാധാറാണിയുടെ നാമം ജപിക്കുകയും സഹസ്രനാമം ജപിക്കുകയും എല്ലാം ആ രാധാകൃപാ കടാക്ഷമൊക്കെ എല്ലാം ഞാൻ ജപിക്കും. പക്ഷെ ഒന്നും അത്ര ഹൃദയത്തോട് ചേർന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഓരോ നിമിഷവും ഭഗവാൻ എനിക്ക് രാധാറാണിയുടെ ഓരോ വീഡിയോ ആയിട്ടോ ഓരോരുത്തർ മുഖേനയോ ഭഗവാൻ എന്നിലേക്ക് ആ രാധാറാണിയെ എത്തിച്ചു തരികയാണ്. ഇന്നും രാവിലെ എനിക്ക് ഒരു വീഡിയോ കേൾക്കാനിടയായി. രാധാറാണിയെ കുറിച്ച് രാധ 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 എന്ന് ജപിക്കൂ. എന്നെ വിളിച്ചാൽ ഞാൻ ഓടി വന്നില്ലേലും രാധ എന്ന് വിളിച്ചാൽ ഞാൻ ഓടി വരും. രാധ 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 എന്ന് ജപിക്കൂന്ന് എന്നോട് പറയുന്നത് പോലെ എനിക്ക് അത്ര തെളിവായില്ലെങ്കിലും എനിക്ക് രാധാറാണിയുടെ ഒരു കുഞ്ഞു വിഗ്രഹ സ്വപ്നം കാണാൻ കഴിഞ്ഞു. ആരോ രാധാറാണിയെ വാങ്ങിക്കുന്നു, ഭഗവതിയുടെ വിഗ്രഹം വാങ്ങിക്കുന്നു. അപ്പൊ ഞാനും പറയുന്നു എനിക്കും വേണം എന്ന് ഞാൻ പറയുന്നു രാധാറാണിയുടെ വിഗ്രഹം. അത്ര എനിക്ക് തെളിച്ചം തന്നില്ലെങ്കിലും ഞാൻ കാണുന്ന അമ്മയുടെ കുഞ്ഞു വിഗ്രഹം എനിക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞു. അതിനുശേഷം എന്നിലേക്ക് വന്നു ചേരുന്ന വീഡിയോകളെല്ലാം രാധാറാണിയുടെ ഓരോ കഥകളും അമ്മയുടെ നാമം ജപിക്കൂ 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 എന്ന് പറയുന്ന വീഡിയോകളാണ്. എല്ലാത്തിനും രാധാറാണിക്കും കൃഷ്ണനും അനന്തനം കോടി നന്ദി. സാറിന്റെ പാതാരബിന്ദങ്ങളിലും ഞാൻ ആ നന്ദി അർപ്പിക്കുന്നു. എല്ലാത്തിനും ഭഗവാൻ ഓരോരുത്തരെയും നിയോഗിച്ചിട്ടുണ്ടല്ലോ. സാറിലൂടെയും എന്നിലേക്ക് രാധാറാണിയെ എത്തിച്ചു തന്നതിന് അനന്ത കോടി നന്ദി. സാറിനോട് പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം തട്ടി. താരാ മനോജ് മാത്രമല്ല, ഒരുപാട് പേര് ഞാൻ ഒരാളുടേത് മാത്രം എടുത്ത് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. അതേ കണക്ക് തന്നെ രാധാറാണി എനിക്ക് ദർശനം നൽകിയ കാര്യം ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ദർശനം നൽകിയപ്പോൾ എനിക്കൊരു മന്ത്രം രാധാറാണി പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ആ മന്ത്രം ഞാൻ കൊടുത്തിരുന്നു. അതിലെ വാക്കാണ് രാധവൻ. ആ രാധവൻ എന്ന വാക്ക് സുജിതയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സുജിത ആ രാധവൻ എന്ന വാക്കിനെ കൃഷ്ണനും പിന്നെ രാധാറാണിയുമായി വളരെ മനോഹരമായി കണക്ട് ചെയ്തുകൊണ്ട് 3 വരികൾ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ രാധവൻ എന്ന വാക്ക് എനിക്ക് രാധാറാണി ദർശനം തന്നപ്പോൾ പറഞ്ഞതാണ്. ആ വാക്ക് സുജിത അതിമനോഹരമായി രാധാകൃഷ്ണ പ്രണയവുമായി കോർത്തിണക്കി. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്റെ കൃഷ്ണ, നിനക്ക് എത്ര പേരുകളാണുള്ളത്? ഇന്ന് ഞാൻ പുതിയൊരു പേരിലാ നിന്നെ വിളിക്കണേ. ഇന്നേ വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത പുതിയൊരു പേര്. അത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ആനന്ദം കൊണ്ട് നൃത്തമാടുന്നു. അപ്പോ ആ പേരിൽ വിളി കേൾക്കുന്ന നിന്റെ മനസ്സോ ആനന്ദം കൊണ്ടും ആഹ്ലാദം കൊണ്ടും സന്തോഷത്തിന്റെ പെരുമഴയായിരിക്കും. കാരണം ഞാൻ നിന്നെ വിളിക്കുമ്പോൾ ഞാൻ നിന്നെയും നിന്റെ പാതിയായ രാധാറാണിയെയും ഓർക്കുന്നു എന്നതും കേൾക്കുന്ന നീയോ നിന്റെ പാതിയായ രാധയെ ഓർക്കുന്നു. ഓം രാധവായ രാധേശ്വരായ സ്വാഹ. ഓം രാധവായ രാധേശ്വരായ സ്വാഹ. അപ്പൊ നമുക്ക് തുടങ്ങാം.
രാധാകുണ്ട്. ഇന്ന് നിങ്ങൾ രാധാകുണ്ടിൽ പോയാൽ നിരവധി തത്തകൾ വന്നിരിക്കുന്നതാണ്. നിരവധി തത്തകൾ അവിടുത്തെ വേപ്പുമരത്തിൻ്റെ മുകളിൽ, അരയാലിൻ്റെ മുകളിൽ, ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയുടെ മുകളിൽ അവിടെ നിറയെ തത്തകളാണ്. വൃജനിവാസികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ തത്തകൾ എന്ന് പറയുന്നത്. ആ വൃജനിവാസികൾ വിശ്വസിക്കുന്നത് ഇന്ന് അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ വൃന്ദാവനത്തിൽ കാണുന്ന തത്തകൾ വെറും തത്തകളല്ല, അവര് ഭഗവാന്റെ ലീലകൾ കാണാൻ വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ചില സമയത്താകട്ടെ ഈ തത്തകള് പരമാനന്ദം കൊണ്ട് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. അപ്പോൾ വൃജവാസികൾ പറയുന്നത് രാധാകൃഷ്ണ ലീലകൾ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ തത്തകൾ ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്നാണ് വൃജവാസികൾ വിശ്വസിക്കുന്നത്. എന്തായാലും രാധയും കൃഷ്ണനും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് തത്തകളാണ്, പച്ച തത്തകള്. അവര് രാധയ്ക്കും കൃഷ്ണനും വേണ്ടി പാടുകയും രാധാകൃഷ്ണന്മാർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. തത്തകളുമായി അങ്ങനെ ഒരു ബന്ധം അവർക്കുണ്ട്. ഒരു ദിവസം വനത്തിലൂടെ രാധാറാണിയും കൃഷ്ണനും സഖിമാരുമെല്ലാം കൂടി ഇങ്ങനെ കുറേ നടന്ന് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ക്ഷീണം വന്നപ്പോൾ രാധാറാണിയും കൃഷ്ണനും മറ്റു സഖിമാരും ധാരാളം പഴങ്ങൾ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ തണലിൽ വന്നിരുന്നു. അങ്ങനെ മരത്തിൻ്റെ തണലിൽ വന്നിരിക്കുന്ന ആ സമയത്ത് രാധാറാണിയും കൃഷ്ണനും കൂടെ ഒരു മരത്തിൻ്റെ തണലിൽ, മറ്റൊരു മരത്തിൻ്റെ അടുത്ത് ലളിത സഖിയും വിശാഖ സഖിയും എല്ലാം കൂടി ഇരിക്കുന്നു. അപ്പം ആ ഇരുന്ന മരത്തിൻ്റെ ശാഖയിൽ ചില തത്തകൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ കുറെ ആൺതത്തകളും കുറെ പെൺതത്തകളുമാണ്. ഈ ആൺതത്തകളെ നമ്മൾ ശുഗന്മാരെന്ന് വിളിക്കും, പെൺതത്തകളെ ശാരിക എന്ന പേര് വിളിക്കും. അവർ ഗംഭീരമായ തർക്കത്തിലാണ്. അതായത് അവരിയ്ക്കുന്ന ഈ വൃന്ദാവനത്തിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നതിനെ ചൊല്ലി ആൺതത്തകളും പെൺതത്തകളും തമ്മിൽ ഉഗ്രമായ തർക്കം. ആൺതത്തകളൊക്കെ കൃഷ്ണന്റെ പക്ഷത്താണ്, പെൺതത്തകളാകട്ടെ അവരെല്ലാം നമ്മുടെ സാക്ഷാൽ രാധാറാണിയുടെ പക്ഷത്തുമാണ്. അങ്ങനെ രണ്ട് പക്ഷത്തായിട്ട് ഇവർ വേർപിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൺതത്തയായ ശുകൻ പറഞ്ഞു, ഏ ശാരിയേ, ഇതിൻ്റെ ഉടമസ്ഥൻ കൃഷ്ണനാണ്. ഈ വൃന്ദാവനത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? കൃഷ്ണനാണ്. കൃഷ്ണന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉടമസ്ഥ അവകാശം. അത് പെൺതത്തകൾക്ക് പിടിച്ചില്ല. അപ്പൊ പെൺതത്തയായ ശാരിക പറഞ്ഞു, ആരാ നിന്നോട് പറഞ്ഞത് കൃഷ്ണനാണ് വൃന്ദാവനത്തിൻ്റെ ഉടമയെന്ന്? ഒരിക്കലുമല്ല, കൃഷ്ണൻ വൃന്ദാവനത്തിൻ്റെ ഉടമയല്ല. രാധ മാത്രമാണ് വൃന്ദാവനത്തിൻ്റെ ഉടമ. വൃന്ദാവനത്തിന് ഒരേ ഒരു ഉടമയേ ഉള്ളൂ, അത് സാക്ഷാൽ രാധാറാണിയാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഈ ആൺതത്തകൾക്ക്, അവരുടെ പൊതുവായ പേര് ശുഗൻ, അവർക്ക് ദേഷ്യം വന്നു. അപ്പൊ ആൺതത്തയുടെ നേതാവ് പറഞ്ഞു, ശാരിയെ ഒരു കാര്യം ചെയ്തുകൊള്ളൂ, നീ മറ്റൊരു വനത്തിലേക്ക് പോകൂ, ഇവിടെ ഈ വനത്തിൽ ഇരിക്കണ്ട. കാരണം ഞങ്ങൾ ദ്വിജകളാണ്. ദ്വിജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജന്മം എടുത്തവരെന്നാണ് പറയുന്നത്. അതായത് ഒന്ന് ഫിസിക്കലി, അതായത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുക, ബ്രാഹ്മണനായി ജനിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വേദം പഠിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് 2ാമത്തെ ജന്മമാണ്. ഇപ്പം എല്ലാ ബ്രാഹ്മണന്മാരും ദ്വിജകളാണ്, മനസ്സിലായില്ലേ? അവർ ആദ്യം അവർക്ക് ബൈ ബർത്ത് അച്ഛൻ്റെയും അമ്മയുടെയും ഇതായിട്ട് അവർക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വേദാന്തം പഠിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് മറ്റൊരു സെക്കൻഡ് ജന്മമാണ്, അതിനെയാണ് ദ്വിജകൾ. അപ്പോൾ വേദാന്തം പഠിച്ചവരാണ് ദ്വിജകൾ. അപ്പോൾ ശുഗന് ഈ വനത്തിൻ്റെ ഉടമസ്ഥൻ കൃഷ്ണനല്ല രാധാറാണിയാണെന്ന് പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് രാധാറാണിയോട്, പിന്നെ ഈ പക്ഷിയോട് അല്പം ചൂടായിട്ട് പറഞ്ഞു, ഞങ്ങൾ ദ്വിജകളാണ്, ഞങ്ങൾ വേദം പഠിച്ചവരാണ്, അറിയാവോ? നിങ്ങളെപ്പോലെ അല്ല. നിന്റെ ചുണ്ടുകൾ ഇതിലെ ഏതെങ്കിലും ഫലത്തിൽ തൊട്ടാൽ നീയൊക്കെ ഇവിടെ ഇരിക്കുന്ന ഫലം കൊത്തി തിന്നാൻ ശ്രമിക്കും.
ഞങ്ങൾ അറിയാതെ വന്ന് ആ പഴം അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ ഞങ്ങൾ ബ്രാഹ്മണ കുലത്തിൽ നിന്ന് പുറത്തായി പോകും. അതുകൊണ്ട് ഞങ്ങൾ ബ്രാഹ്മണൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കണ്ട, ഇവിടെ കൃഷ്ണന്റെ ഭക്തരിരുന്നാൽ മതി, നിങ്ങൾക്ക് പോകാം. മനസ്സിലായില്ലേ? വൃന്ദാവന നന്ദൻ ഞങ്ങൾക്ക് ഈ വനം തന്നിരിക്കുകയാണ്. വൃന്ദാവന നന്ദൻ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണനാണ്. കാരണം കൃഷ്ണന് ഞങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ വനം പരിപാലിക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണരല്ലാത്ത ഹേ പെണ്ടത്തകളെ, രാധാഭക്തരെ, പുറത്തു പോകൂ വനത്തിൽ നിന്ന്. അപ്പോഴത്തേക്ക് രാധാറാണിയുടെ മുഖമൊക്കെ അങ്ങ് ചുമന്നു. രാധാറാണിക്ക് ദേഷ്യമായി. രാധാറാണി എഴുന്നേറ്റു. അപ്പൊ കൃഷ്ണൻ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞിരിക്കൂ, കൃഷ്ണ, എൻ്റെ ഭക്തരെ ആരും അപമാനിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരുത്തരും എൻ്റെ ഭക്തരെ അപമാനിക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ചെയ്താൽ ഞാൻ ശക്തമായി ഇടപെടും. കൃഷ്ണൻ പറഞ്ഞു, രാധേ നീ അവിടെ ഇരിക്കൂ, നീ സൗമ്യമായിരിക്കൂ, നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം. ഇതെങ്ങനെ പോകും എന്ന് നമുക്കൊന്ന് നോക്കട്ടെ, നീ ഇവിടെ ഇരിക്കൂ. എന്നിട്ടും രാധാറാണിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. രാധാറാണി പറഞ്ഞു, എൻ്റെ ഭക്തരെ ബ്രാഹ്മണരല്ലെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയോ ഈ വനത്തിൽ നിന്ന് പോകാനോ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? അപ്പോൾ പറഞ്ഞു, രാധേ നീ ഒന്ന് സമാധാനപ്പെടൂ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ശാരികയ്ക്ക് ദേഷ്യം വന്നു. ശാരിക പറഞ്ഞു, വൃന്ദാവനത്തിലെ നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾ ശുഗന്മാര് ആണ്ടത്തകർക്ക് വൃന്ദാവനത്തിലെ യഥാർത്ഥ രാജ്ഞിയായ രാധാറാണിയോട് അസൂയാണ് നിങ്ങൾക്ക്. മനസ്സിലായ? അസാമാന്യമായ സൗന്ദര്യത്തിന്റെ ഉടമയാണ് ഞങ്ങളുടെ രാധാറാണി. ആ രാധാറാണിയോട് നിങ്ങൾക്ക് കടുത്ത അസൂയയാണ്. അല്ല, നിങ്ങൾ ദ്വിജന്മാരാണ്, ബ്രാഹ്മണന്മാരാണ്, വേദങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അങ്ങനെ വേദങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മത്സ്യപുരാണം വായിച്ചിട്ടുണ്ടാകുമല്ലോ. ആ മത്സ്യപുരാണത്തിലെ പ്രധാനപ്പെട്ട വരി എന്താണ്? രാധേ വൃന്ദാവനേ വനേ, രാധേ വൃന്ദാവനേ വനേ. അതായത് വൃന്ദാവനത്തിന്റെ രാജ്ഞി രാധയാണ്. അപ്പം നിങ്ങൾ എന്ത് ബ്രാഹ്മണന്മാരാണ്? നിങ്ങളത് വായിച്ചിട്ടില്ല. ആദ്യം പോയി അത് നല്ലതുപോലെ വായിച്ചിട്ട് വാ. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കണം. മനസ്സിലായോ? ബ്രാഹ്മണൻ വേദം പഠിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, വേദത്തിൽ പറയുന്നത് അനുസരിച്ചിരിക്കണം. വേദത്തിൽ പറയുന്നതാണ് വൃന്ദാവനേ രാധേ വൃന്ദാവനേ വനേ. അതായത് ഈ വൃന്ദാവനത്തിന്റെ രാജ്ഞി സാക്ഷാൽ രാധാറാണിയാകുന്നു. അപ്പൊ കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടുകൂടി രാധയെടുത്ത് ചോദിച്ചു, അല്ല ഇപ്പൊ എന്റെ ഭക്തനെ ആക്ഷേപിച്ചതോ? അതിനെക്കുറിച്ച് എന്തു പറയാനുണ്ട്? കൃഷ്ണ, എൻ്റെ ഭക്തർ ഒരിക്കലും അങ്ങോട്ട് കയറി ആരെയും ആക്ഷേപിക്കാറില്ല. അവരെ ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. ആഹാ, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭക്തരെ സംരക്ഷിക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഭക്തരെ സംരക്ഷിക്കാൻ പോകാം. രാധാറാണി പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഏറ്റുമുട്ടേണ്ടി വരുമല്ലോ രാധേ. അപ്പൊ രാധാറാണി കൃഷ്ണനെ ഒന്ന് തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണ, ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഭക്തരാണെന്നറിയുക. അവര് കഴിഞ്ഞേ ഉള്ളൂ കൃഷ്ണ, നീ പോലും. കൃഷ്ണൻ പറഞ്ഞു, എന്ത്, എന്നെക്കാളും നിന്നെ ഇഷ്ടപ്പെടുന്നോ നിന്റെ ഭക്തര്? അതേ കൃഷ്ണ, അവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ നീയുമായും പോരാടും, ഒരു സംശയവും വേണ്ട. എന്തേ, നോക്കണോ നമുക്ക്? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, വേണ്ടായേ, അവിടെ ഇരിക്ക്, നമുക്ക് എന്താ വേണമെന്ന് നോക്കാം. എന്നിട്ടൊരു പുഞ്ചിരിയോടുകൂടി കള്ളകൃഷ്ണൻ പറഞ്ഞു, പക്ഷേ രാധേ, നിന്റെ ഭക്തരോട് ഒരിക്കലും ഞാൻ പോരാടുകയില്ല. നിന്റെ ഭക്തർ എനിക്ക് ഏറ്റവും പ്രിയങ്കരാണ്, എൻ്റെ ഭക്തരേക്കാൾ പ്രിയങ്കരാണ്. പിന്നെ നിന്നോട് ഞാൻ എതിരിടാനോ രാധേ? രാധ പറഞ്ഞു, അധിക നേരം എനിക്ക് എൻ്റെ ഭക്തരെ ഈ ശുഗന്മാർ ആക്ഷേപിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് വീണ്ടും ശുഗൻ അത് മറുപടി കൊടുത്തു. ശുഗൻ എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് മത്സ്യപുരാണമാണ്, അത് പുരാണമാണത്, മത്സ്യപുരാണമാണ്. പുരാണത്തെക്കാൾ ശ്രേഷ്ഠമാണ് ശ്രുതികൾ. മനസ്സിലായ?
പുരാണത്തെക്കാൾ ശ്രേഷ്ഠമാണ് ശ്രുതികൾ. അപ്പൊ ശ്രുതികൾക്ക് താഴെയാണ് പുരാണം. ആ ശ്രുതികൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് ഹരിവനം എന്നറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ഹരിയുടേതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും അറിയാം ഇത് ഹരിയുടെയാണെന്നും അതുകൊണ്ട് ഹരിഭക്തരൊക്കെ ഇതിനകത്ത് നല്ലതുപോലെ സന്തോഷിക്കുകയും ചെയ്യും. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, ശ്രുതിയാണ് ഏറ്റവും പ്രധാനം, പുരാണമല്ല. ശ്രുതിയിൽ ഹരിവനം എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിന്റെ അധിപൻ കൃഷ്ണനാണ്. ഇവിടുന്ന് രാധാഭക്തരായ നിങ്ങൾക്കെല്ലാം പുറത്തു പോകാം. അപ്പോഴേക്കും രാധാറാണി വീണ്ടും ചാടി എഴുന്നേക്കാൻ പോയി. അപ്പോൾ ഉടനെ എന്ത് ചെയ്തു? കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടുകൂടി വീണ്ടും ഇരുത്തിയിട്ട് പറഞ്ഞു, നോക്കാം, നമുക്കിത് എവിടം വരെ പോകുന്നെന്ന് നോക്കാം രാധേ, നീ സമാധാനമായിട്ടിരിക്കൂ. നിന്റെ ഭക്തർക്ക് ഒരിക്കലും ഒരു പോറലുണ്ടാകില്ല. ഇത് കൃഷ്ണൻ തരുന്ന വാക്കാണ്. പക്ഷേ ഇത് കേൾക്കാൻ രസമുണ്ട്, നമുക്ക് കേൾക്കാം. അപ്പൊ രാധാറാണി പറഞ്ഞു, എനിക്കൊരു രസവുമില്ല. എൻ്റെ ഭക്തരെ കളിയായിട്ട് പോലും ആരും ആക്ഷേപിക്കുന്നത് ഞാൻ സഹിക്കില്ല കൃഷ്ണ. അത് നിന്റെ ഭക്തരായാലും ശരി, മറ്റൊരാളായാലും ശരി, നീ ആയാലും ശരി കൃഷ്ണ. ഇതൊക്കെ കൗതുകപൂർവം ലളിതസഖിയും മറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ട് അവർ പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശാരിക ഉടനെ വിടാൻ ഭാവമില്ല. അപ്പൊ ശുഗൻ പറഞ്ഞു, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം ശാരിക പറഞ്ഞു, നോക്കൂ, നിങ്ങൾ മത്സ്യപുരാണം പറയണം, അതിനകത്ത് രാധേ വൃന്ദാവനേ വനെ, വൃന്ദാവനത്തിന്റെ രാജ്ഞി രാധയാണെന്ന്. അപ്പൊ ഉടനെ ആണ്ടത്ത മറുപടി കൊടുക്കുന്നു, അതേ, പുരാണത്തെക്കാൾ വലുതാണ് ശ്രുതികൾ. ശ്രുതികളിൽ പറയുന്നു ഇത് ഹരിവനം എന്നതാണ്, ഹരിയുടേതാണ്, അതുകൊണ്ട് ഹരിയാണ് ഇതിൻ്റെ നാഥൻ. അപ്പൊ ശാരിക പറഞ്ഞു, നോക്കിക്കോളൂ, ഈ വൃന്ദാവനം എന്തുകൊണ്ടാണ് ഇത്ര മനോഹരമായിരിക്കുന്നത് അത് പറയാമോ? വൃന്ദാവനം മുഴുവനും വെട്ടിത്തിളങ്ങുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ രാധാറാണിയുടെ ദിവ്യ രൂപത്തിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. മനസ്സിലായ? ഈ വനം മുഴുവനും പ്രകാശപൂരിതമാണ്. അങ്ങനെ പ്രകാശപൂരിതമായത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ രാധാറാണിയുടെ ദിവ്യ ചൈതന്യം ഇവിടെ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രാജ്ഞി രാധാറാണിയാണെന്നുള്ളതിന് വേറെ എന്താ തെളിവ് വേണ്ടത്? രാജ്ഞി രാധാജി ആയതുകൊണ്ടാണ് രാധാജിയുടെ പ്രകാശം വരുന്നത്. ദേ നോക്കേ, ഈ കൃഷ്ണനുണ്ടല്ലോ, പെണ്ടത്ത പറയുകയാണ്, ഈ കൃഷ്ണനും കൃഷ്ണന്റെ സുഹൃത്തുക്കളും മഹാകാല പഴം പോലെയാണ്. മഹാകാല പഴം പുറമേ നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷെ അകത്ത് വളഞ്ഞ് ചീഞ്ഞിരിക്കുകയാണ്, കഴിക്കാൻ കൊള്ളത്തില്ല. അതുപോലെ ശുഗ, നിന്റെയൊക്കെ കൃഷ്ണനുണ്ടല്ലോ, പുറമെയാണ് അഴക്. കൃഷ്ണനും കൃഷ്ണന്റെ സുഹൃത്തുക്കളും മഹാകാല പഴം പോലെയാണെന്നറിയുക. ഞങ്ങളുടെ രാധാറാണി അങ്ങനെയല്ല, സൗന്ദര്യധാമമാണ്. നോക്ക്, ഈ വനത്തിൽ എവിടെ നോക്കിയാലും രാധാജിയുടെ സൗന്ദര്യം കൊണ്ട് വനം ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ്. പിന്നെ വെട്ടിത്തിളങ്ങുന്ന് ശുഗന് ദേഷ്യം വന്നു. ശുഗൻ പറഞ്ഞു, എന്താണ്, നിങ്ങൾ സ്ത്രീകളുണ്ടല്ലോ, ഉള്ളുകൊണ്ട് കുറച്ചൊക്കെ ചിലപ്പോൾ നന്മയോ ഒക്കെ കാണും, പക്ഷെ നിങ്ങൾ തേങ്ങ പോലെയാണ്. തേങ്ങയുടെ പുറം മൊത്തം ഏതാണ്? പരുക്കനാണ്. അത് തോടുകൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് പിച്ചാത്തി വെച്ച് കുത്തിയാൽ പോലും കയറത്തില്ല. ഉള്ളിൽ ഒരല്പം നീരുണ്ടെന്നേ ഉള്ളൂ. അതുപോലെയാണ് സ്ത്രീകള്. സ്ത്രീകളുടെ പുറമേ ഉള്ള ഭംഗി, അങ്ങനെ ഒരു ഭംഗി അവർക്കില്ല. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് വെട്ടിത്തിളങ്ങുന്നത്? പക്ഷെ ഞങ്ങളുടെ കൃഷ്ണനുണ്ടല്ലോ, ഞങ്ങളുടെ കൃഷ്ണൻ മുന്തിരിപ്പഴം പോലെയാണ്. അതിൻ്റെ പുറമെയും നീരുണ്ട്, അകത്തും നീരുണ്ട്. മുന്തിരി അകത്തും മധുരമാണ്, പുറത്തും മധുരമാണ്. സ്ത്രീകൾ തേങ്ങ പോലെയാണ്. തേങ്ങ വെള്ളത്തിനേ മാധുര്യമുള്ളൂ, പുറമേ മാധുര്യമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് വെട്ടിത്തിളങ്ങുന്നത്? അപ്പോൾ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ ഭക്തരെ ഇങ്ങനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിയോട് പറഞ്ഞു, ആര് പറഞ്ഞു നിന്റെ ഭക്തരെ അവമാനിക്കുന്നെന്ന്? നിന്റെ ഭക്തകൾ പറയുന്നത് ഇനി അങ്ങോട്ട് കേട്ടോ നീ എന്താണെന്നുള്ളത്. അപ്പൊ ശാരിക പറഞ്ഞു, എന്തെന്തെന്തെന്ത്, ഞങ്ങള് പുറമേ തേങ്ങായുടെ തോടും തൊണ്ടും ഉള്ളിൽ മാത്രം വെള്ളം. ഓ കൃഷ്ണനാകട്ടെ മുന്തിരിച്ചാറ്, പുറമേയും അകമേയും ഒക്കെ ഭയങ്കര മാധുര്യം. ലജ്ജയില്ലേ നിനക്ക് പറയാനായിട്ട്? നോക്കൂ, കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ എന്താണ്? വക്രബുദ്ധിയും ധിക്കാരവും നിറഞ്ഞ ഒരു പുറം രൂപമാണ് കൃഷ്ണനുള്ളത്. അതൊരു വൃക്ഷത്തിന്റെ തടിച്ച തൊലി പോലെയാണ്. ഒരു യന്ത്രത്തിന്റെ സഹായമില്ലാതെ ആ തൊലിയിൽ നിന്ന് നീരെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും ആ കൃഷ്ണന്റെ പുറമേ ഉള്ള മാധുര്യം അത് അനുഭവിക്കാൻ കഴിയില്ല. കൃഷ്ണനോട് കോപവും പരിഭവവും ഒക്കെ കാണിക്കുമ്പം മാത്രമാണ് അല്പം ഒരു അലിവ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളല്ല, നിന്റെ കൃഷ്ണനാണ് പുറമേ കട്ടിയുള്ള തോടുമായിട്ടിരിക്കുന്നത്, മരത്തിന്റെ തൊലി പോലെയാണ്. അപ്പൊ കൃഷ്ണൻ രാധാറാണിയെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ്, എങ്ങനുണ്ട് നിന്റെ ഭക്തര്, എന്തൊക്കെയാണ് എന്നെ പറയുന്നത്? എന്നിട്ട് നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? രാധാറാണി പറഞ്ഞു, എൻ്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാദ്യം അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഒട്ടും സഹിക്കാത്തവരാണ് കൃഷ്ണ എൻ്റെ ഭക്തരെന്ന് പറയുന്നത്. ഇനിയും കേട്ടോ എൻ്റെ ഭക്തരെന്താ പറയാൻ പോകുന്നതെന്ന്. അപ്പൊ ശാരിക നിർത്താൻ ഭാവമില്ല. ശാരിക പറഞ്ഞു, കൃഷ്ണൻ മരത്തിൻ്റെ തൊലി പോലെ പിഴിഞ്ഞാലേ ചാറ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കൃഷ്ണനോട് വഴക്കിട്ട് മല്ലിട്ട് പരിഭവിച്ചാൽ മാത്രമേ കൃഷ്ണൻ അല്പം സ്നേഹം കാണിക്കൂ. അത് നമ്മൾ ഭക്തിയുടെ കാര്യത്തിൽ ചിലർ പറയാറുണ്ടല്ലോ, കൃഷ്ണൻ പെട്ടെന്ന് പ്രസാദിക്കത്തില്ല, ഇട്ട് വട്ടം കറക്കും എന്നൊക്കെ അതിൻ്റെ ഒരു പതിപ്പാണ്. അപ്പൊ ശാരിക പറഞ്ഞു, അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്തു? ശാരികയല്ല, അപ്പൊ അത്രയും ആയപ്പോഴേക്കും ശുഗന് ഭയങ്കര കലി വന്നു. ശുഗൻ പറഞ്ഞു, എന്ത് ഞങ്ങളുടെ കൃഷ്ണനെ കുറിച്ച് എന്താണ് ഈ പറയുന്നത്? ഇത് സഹിക്കാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ വനമാണ്, ഞങ്ങളുടെ വനത്തിൻ്റെ നാഥൻ കൃഷ്ണനാണ്. ഇവിടെ വന്നിരുന്ന് നീ കൃഷ്ണനെ ആക്ഷേപിക്കുന്നു. നോക്കൂ, ഈ സ്ത്രീകള് ജാവപ്പൂക്കളെ പോലെയാണ്. ഈ ജാവപ്പൂക്കളെ സംബന്ധിച്ചിടത്തോളം കാണാൻ നല്ല നിറം, മണമില്ല. അതുപോലെയാണ് ഈ സ്ത്രീ സുന്ദരി എന്ന് പറയുന്നത്. പുറമേ അഴക്, പക്ഷെ ഉള്ളുകൊണ്ട് ഒരു ഗുണവുമില്ല. എപ്പോഴും ആടിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, എപ്പോഴും പറ്റിച്ചു കളയും. പക്ഷെ ഞങ്ങളുടെ കൃഷ്ണനുണ്ടല്ലോ, നീല താമര പോലെയാണ്. കൃഷ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അതുപോലെ നല്ല സുഗന്ധവും കൃഷ്ണനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പുറമേയും അകമേയും എല്ലാം എന്തൊരു ഭംഗിയാണ്. സ്ത്രീകള് ജാവപ്പൂക്കള്, വെറുതെ പുറമേ കാണുന്ന അഴക് മാത്രമേ ഉള്ളൂ, അകമേ ഒന്നുമില്ല. അപ്പോഴത്തേക്ക് ശാരികയ്ക്ക് ചൂട് പിടിച്ചു. ശാരിക പറഞ്ഞു, ഞങ്ങളുടെ ഈശ്വരിയാണ് രാധ, ഞങ്ങളുടെ ഈശ്വരിയായ രാധയെക്കുറിച്ച് ഇനി എന്തെങ്കിലും മിണ്ടിയാൽ നിന്റെ കണ്ണ് ഞങ്ങൾ കുത്തിപ്പൊട്ടിക്കും. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണോ? എന്നാ വന്നു നോക്ക്, എന്താ ഇത്ര സംശയം? ഞങ്ങളുടെ ഈശ്വരിയാണ് രാധ എന്ന് പറയുന്നത്. ആ രാധ മഞ്ചിഷ്ട പൂക്കളെ പോലെയാണ്. മഞ്ചിഷ്ട പൂവെന്ന് പറഞ്ഞാൽ പുറമേയും മനോഹരം, അകമേയും മനോഹരം. കൃഷ്ണൻ അങ്ങനെയല്ല, ഒരു കണ്ണാടി പോലെ. കണ്ണാടിയുടെ പ്രത്യേകത എന്താ? അതിൻ്റെ മുമ്പിൽ ഏത് വന്ന് നിൽക്കുന്നു അത് കണ്ണാടിയുടെ ഹൃദയത്തിൽ കാണാം. അതുപോലെ ശുഗ, നിന്റെ കൃഷ്ണന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് പെട്ടാൽ പിന്നെ അവൻ്റെ ഹൃദയം മുഴുവനും ആ പെണ്ണിൻ്റെ രൂപമാണ്. അങ്ങനെ നടന്നു പോകുന്ന വഴിക്കൊക്കെ എത്ര സ്ത്രീകളെ കാണുന്നു, ആ സ്ത്രീകളുടെ എല്ലാം പ്രതിബിംബം കൃഷ്ണന്റെ മനസ്സിൽ ഉണ്ട്. ഞങ്ങളുടെ രാധാജി അങ്ങനെയല്ല. രാധാജി ഒരാളെ സ്നേഹിക്കൂ, ഒറ്റയാളെ മാത്രമേ ഞങ്ങളുടെ രാധാജി സ്നേഹിക്കുകയുള്ളൂ. അപ്പോൾ ഉടനെ ഇവര് പറഞ്ഞു, ഞങ്ങളുടെ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്. കൃഷ്ണനെ തേടിയാണ് യുവതികൾ വരുന്നത്. ഞങ്ങളുടെ കൃഷ്ണന്റെ ശക്തിയെക്കുറിച്ച് എന്തറിയാം?
പൂതനയില്ലേ, പൂതനയെ കോപം കൊണ്ട് ഭസ്മമാക്കി കളഞ്ഞു ഞങ്ങളുടെ കൃഷ്ണൻ ചെറുപ്രായത്തില്. എന്ന് മാത്രമാണോ, ഞങ്ങളുടെ കൃഷ്ണൻ ഉണ്ടല്ലോ വിരലുകൊണ്ട് ഗോവർദ്ധനം ഉയർത്തിയതാണ്. അങ്ങനെയുള്ള കൃഷ്ണനോട് മത്സരിക്കാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? നിങ്ങളുടെ ഈശ്വരിക്ക് കഴിയുമോ ഞങ്ങളുടെ കൃഷ്ണനോട് മത്സരിക്കാനായിട്ട്? അപ്പൊ ശാരിക പറഞ്ഞു, ആഹാ ഭയങ്കര തമാശ, ഭയങ്കര തമാശ. പിന്നെ കൃഷ്ണൻ വന്ന് പൂതനയെ അങ്ങ് ഭസ്മമാക്കി ഗോവർദ്ധനം കൈകൊണ്ടങ്ങോട്ട് പൊക്കി. ഇതേ വല്ല മണ്ടന്മാരെടുത്തും ചെന്ന് പറഞ്ഞാ മതി. അപ്പൊ ശുഭൻ പറഞ്ഞു, മണ്ടന്മാരെടുത്തോ? നിങ്ങളെല്ലാം കണ്ടതല്ലേ, ഇത് സത്യമല്ലേ? അപ്പൊ ശാരിക പറഞ്ഞു, നോക്കേ, നന്ദ മഹാരാജൻ ഇവിടെ ഒരു വലിയ പൂജ നടത്തി. ആ പൂജയിൽ സാക്ഷാൽ നാരായണൻ പ്രസന്നനായി. അങ്ങനെ പ്രസന്നനായ നാരായണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നന്ദ മഹാരാജന്റെ പൂജയിൽ, അതായത് നന്ദഗോപുരുടെ പൂജയിൽ സന്തോഷം തോന്നിയിട്ട് പറഞ്ഞു, നന്ദ, നിന്റെ പുത്രനായ കൃഷ്ണന് ഇന്നു മുതൽ അസുരന്മാരെ നിഗ്രഹിക്കാനുള്ള ശക്തി ഞാൻ നൽകുന്നു. അങ്ങനെ നാരായണന്റെ ശക്തി കിട്ടിയത് കൊണ്ടാണ് കൃഷ്ണൻ ഈ അസുരന്മാരെയും പൂതനെയും ഒക്കെ കൊന്നത്. അല്ലാതെ കൃഷ്ണൻ തന്നെ ഒന്നും ചെയ്തിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ല. ഈ സത്യമറിയാത്ത ബുദ്ധിയില്ലാത്ത ചിലരാണ് കൃഷ്ണൻ ഇങ്ങനെ അസുരന്മാരെ കൊന്നു എന്ന് പറയുന്നത്. പിന്നെ നാരായണൻ പ്രസാദിച്ചത് കൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല, കൃഷ്ണന്റെ ശക്തി കൊണ്ടാ. അല്ലെങ്കിൽ അതങ്ങനെ ഇരിക്കട്ടെ, അപ്പൊ ഗോവർദ്ധനം പൊക്കിയോ? കൃഷ്ണൻ വന്ന് ഗോവർദ്ധനം ഉയർത്തിയത് എങ്ങനെയാണ്? അത് നാരായണ പൂജ കൊണ്ടാണോ? നാരായണ പൂജയിൽ പറഞ്ഞിരിക്കുന്നത് അസുരനെ കൊല്ലാനുള്ള ശക്തി കൊടുത്തെന്നല്ലേ? ഗോവർദ്ധനം അസുരനല്ലല്ലോ. ആ ഗോവർദ്ധനത്തെ എന്തുകൊണ്ടാണ് കൃഷ്ണൻ ഉയർത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കൃഷ്ണന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? ശാരിക പറഞ്ഞു, അയ്യ, കൃഷ്ണൻ പർവ്വതം പൊക്കി പോലും. എൻ്റെ ശുഗ, നീ ഇത്ര മണ്ടനായി പോയല്ലോ. വ്രജവാസികള് ഭോഗപൂജ ചെയ്തു. അവരൊരുപാട് മധുര പലഹാരങ്ങളും ആഹാരങ്ങളും ഗോവർദ്ധനത്തിന് സമർപ്പിച്ചു. അതോടെ ഗോവർദ്ധനത്തിന് ഭയങ്കര സന്തോഷമായി. ആ ഭോഗപൂജയുടെ ഫലമായിട്ട് ഗോവർദ്ധനം അല്പമൊന്ന് ഉയർന്നു. കൃഷ്ണൻ അന്നേരം അതിൻ്റെ അടിയിൽ കയറി നിന്നിട്ട് കൈ ചുമ്മാതെ ഒന്ന് പൊക്കിയതേ ഉള്ളൂ. ഈ സത്യമറിയാത്ത ആൾക്കാര് കൃഷ്ണൻ ഗോവർദ്ധനം ഉയർത്തി എന്ന് പറഞ്ഞു ഗിരിധാരി ഗിരിധാരി എന്ന് വിളിക്കും. അത്രയും കേട്ടതും കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാധേ, നിന്റെ ഭക്തരാളുകൾ കൊള്ളാമല്ലോ, ഇവര് ചില്ലറക്കാരല്ലല്ലോ, ഇവരെന്തൊക്കെയാണ് എന്നെ കുറിച്ച് പറയുന്നതെന്ന് നീ കേട്ടാ? അപ്പോൾ ഉടനെ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ രാധാഭക്തര് അടങ്ങിയിരിക്കില്ല കൃഷ്ണ, അടങ്ങിയിരിക്കില്ല. നിന്റെ ശക്തിയുമെല്ലാം എൻ്റെയും കൂടെ പങ്കിലുള്ളതാണ് കൃഷ്ണ. അതെൻ്റെ രാധാഭക്തർക്ക് നന്നായിട്ട് അറിയാം. അവരിനി നീയെന്നല്ല, ലോകത്താരെന്നെ കുറിച്ച് പറഞ്ഞാലും അവരെതിർക്കും. അതാണ് രാധാഭക്തര്. അവരെ സംരക്ഷിക്കാൻ ഞാനും ഉണ്ടാകും കൃഷ്ണ. സത്യത്തിൽ ഈ വാക്ക് കേട്ടപ്പോൾ കൃഷ്ണന് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. അപ്പൊ ശുഗൻ ഉടനെ പറഞ്ഞു, അല്ല, നീ നേരത്തെ പറഞ്ഞല്ലോ കൃഷ്ണൻ ഇങ്ങനെ കണ്ണാടിയാണ്, പോന്നെടുത്ത സ്ത്രീകളൊക്കെ വരുമെന്ന്. കൃഷ്ണന്റെ മോഹിപ്പിക്കുന്ന സൗന്ദര്യമാണ്. അത് കണ്ടിട്ട് സ്ത്രീകള് മനസ്സിളകി കൃഷ്ണന്റെ പുറകിൽ നടന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. മനസ്സിലായ? പിന്നെ നിങ്ങൾ വന്നൊരു ഭോഗപൂജ നടത്തുമ്പം ഒരു പർവ്വതം നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങ് പൊങ്ങാൻ പോവുമല്ലേ? ഒരു പന്ത് പോലെയാണ് കൃഷ്ണൻ എന്ത് ചെയ്തത്? ഗോവർദ്ധനം ഉയർത്തിയത്. ഇന്ന് ലോകം മുഴുവനും കൃഷ്ണനെ പൂജിക്കുന്നു. ഈ ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ കൃഷ്ണനാണ്. അതുകൊണ്ട് നോക്കൂ, ഞങ്ങളുടെ കൃഷ്ണൻ ഭരിക്കുന്ന ഈ വനത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു പോയിക്കൊള്ളണം.
ഇത്രയും ആയപ്പോഴേക്കും ശാരികയ്ക്ക് ദേഷ്യം വന്നു. ശാരിക പറഞ്ഞു, ഞങ്ങളുടെ രാധാറാണി ആരാണെന്നാണ് പറയുന്നത്? അപാരമായ സൗന്ദര്യമാണ്, അപാരമായ സൗന്ദര്യം. ദേവലോകങ്ങളിലും മറ്റു ഒരു ലോകങ്ങളിലും ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ രത്നമില്ല. ഈ വനത്തിലെ പ്രകാശം മുഴുവനും ഞങ്ങളുടെ രാധാറാണിയുടെ ശരീരത്തു നിന്ന് വരുന്ന പ്രതിഫലനം മാത്രമാണെന്നറിയുക. പിന്നെ അനുപമമായ, ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത അത്യാകർഷകമായ ശരീരപ്രകൃതി, ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റം, കാരുണ്യവും സ്നേഹവുമല്ലാതെ മറ്റൊന്നും രാധാറാണിക്കില്ല. പിന്നെ ശുഗ കേട്ടുകൊള്ളൂ, പാട്ടിലും നൃത്തത്തിലും ഞങ്ങളുടെ രാധാറാണിക്ക് മേലെ ആരാണുള്ളത്? ആ പാട്ടിലും നൃത്തത്തിലുമുള്ള രാധാറാണിയുടെ കഴിവ്, കാവ്യരചനയിലുള്ള കഴിവ്, കൃഷ്ണനെ കുറിച്ച് തന്നെ കവിത നിമിഷം കൊണ്ട് എഴുതുന്നത് ആരാണ്? ഞങ്ങളുടെ രാധാറാണിയാണ്. അങ്ങനെ ഞങ്ങളുടെ രാധാറാണി ഈ ലോകത്തിൻ്റെ മനസ്സും ഹൃദയവും എല്ലാം കീഴടക്കി. ഇനി പറ, ആരാ വലുത്? ആരാ വലുത്? കൃഷ്ണനോ രാധാറാണിയോ? കൃഷ്ണനോ രാധാറാണിയോ? ഇത്രയുമായപ്പോൾ കൃഷ്ണൻ രാധയെടുത്ത് പറഞ്ഞു, വാ നമുക്ക് ഇടപെടാൻ സമയമായി. അപ്പോ കൃഷ്ണൻ കൈകൾ വെട്ടി. അപ്പോൾ ശാരിക നോക്കിയപ്പോൾ കൃഷ്ണനും രാധയും കൂടെ വരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശാരികയും ശുഗനും നിങ്ങളുടെ തർക്കം ഇവിടെ വെച്ച് അവസാനിപ്പിക്കൂ. ആരാണ് വലുത് എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? കൃഷ്ണൻ രാധാറാണിയെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇവളാണ് വലുത്. ഈ വൃന്ദാവനത്തിൻ്റെ അധിപ ഇവളാണ്. വൃന്ദാവനം മാത്രമല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപയും രാധയാണ്. രാധയില്ലാതെ കൃഷ്ണനില്ല എന്നറിയുക. അവളെക്കുറിച്ച് ഇനി ഒരിക്കലും ശുഗന്മാരെ നിങ്ങൾ മറ്റൊന്നും പറയാൻ പാടില്ല. കാരണം രാധ എൻ്റെ തന്നെ പ്രാണനാണ്. എൻ്റെ പ്രാണന്റെ പ്രാണനാണ് രാധ എന്ന് പറയുന്നത്. അപ്പോൾ രാധ തൻ്റെ കടക്കണ്ണുകൊണ്ട് കൃഷ്ണനെ ഒന്ന് നോക്കി. ആ ഒരു നോട്ടത്തിൽ കൃഷ്ണൻ ഫ്ലാറ്റാണ് ആള്. കൃഷ്ണന് മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇനി മേലിൽ ഇതിൻ്റെ വൃന്ദാവനത്തിൻ്റെ ഉടമസ്ഥനാരെന്ന പേരിൽ ഒരു തർക്കം വേണ്ട. വൃന്ദാവനത്തിൻ്റെ ഉടമസ്ഥയാണ്. അത് ആരാണ്? രാധ. രാധയാണ് ഇവിടുത്തെ രാജ്ഞി. പിന്നെ ആരാണ് വലുതെന്ന് ചോദിച്ചാൽ രാധയാണ് വലുത്. രാധയെക്കുറിച്ച് ആരെന്തു പറഞ്ഞാലും ഞാൻ സഹിക്കില്ല. അതെൻ്റെ ഭക്തരായാലും ഞാൻ സഹിക്കില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശുഗൻ തത്തമാര് വല്ലാതെ മുഖമങ്ങ് വാടി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അവളുടെ പാദങ്ങൾ തൊട്ട് വന്ദിക്കൂ. അപ്പോൾ ആ തത്തക്കൂട്ടങ്ങൾ ഒന്നിച്ചു പറന്നിറങ്ങി രാധാറാണിയുടെ പാദത്തിൽ വന്ദിച്ചു. രാധാറാണി അവരെ സ്നേഹത്തിൽ തലോടി. അതിനുശേഷം രാധാറാണി തൻ്റെ ശാരികമാർക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ ഭക്തർക്ക് പഴുത്ത മുന്തിരി കൊടുത്തു. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, ഇവർക്കും എന്തെങ്കിലും നൽകൂ കൃഷ്ണ, നിന്റെ ഭക്തർക്ക്. അപ്പൊ കൃഷ്ണൻ സുബലന്റെ അടുത്ത് പറഞ്ഞു, അവർക്ക് മാതളം നൽകൂ. അപ്പൊ സുബലൻ വന്ന് മാതളം നൽകി. സുബലൻ കൃഷ്ണനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം കൃഷ്ണന് മനസ്സിലായി. രാധാറാണി തൻ്റെ ശാരികമാർക്ക് സ്വന്തം കൈകൊണ്ടാണ് കൊടുത്തത്. കൃഷ്ണൻ സ്വന്തം കൈകൊണ്ട് കൊടുത്തില്ല. കാരണം എന്തിൻ്റെ പുറത്തായാലും അവർ ഇത്രയും നേരം രാധാറാണിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. രാധാറാണിയെ കുറ്റം പറയുന്നവരാരായാലും ശരി, അവർ പരിപൂർണ കൃഷ്ണഭക്തരായി കൃഷ്ണൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് രാധാറാണി തൻ്റെ ഭക്തർക്ക് സ്വന്തം കൈകൊണ്ട് പഴുത്ത മുന്തിരി കൊടുത്തപ്പോൾ കൃഷ്ണൻ സുബലയുടെ അടുത്താണ് പറഞ്ഞത് മാതളം കൊടുക്കുവാൻ. അതൊരു സൂചനയാണ്, അതൊരു സൂചനയാണ്. അതിനുശേഷം കൃഷ്ണൻ രാധയുടെ കൈപിടിച്ചു മുന്നോട്ട് നടന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞു, ആരാണോ രാധയെ ആരാധിക്കുന്നവര് അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. രാധയെക്കുറിച്ച്
എന്തെങ്കിലും കാര്യങ്ങൾ അവൾക്കിഷ്ടമില്ലാത്തത് ആരാണോ പറയുന്നത് അവരെനിക്കൊരിക്കലും പ്രിയപ്പെട്ടവരാവുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ശുഗന്മാരെക്കാൾ എനിക്ക് പ്രിയം ശാരികയാണ്. കാരണം ശാരിക രാധാഭക്തയാണ്. രാധയെ വിട്ടൊന്നും കൃഷ്ണനില്ല, രാധയെ വിട്ടൊന്നും കൃഷ്ണനില്ല, രാധയെ വിട്ടൊന്നും കൃഷ്ണനില്ല. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.